നാളെ തിരഞ്ഞെടുപ്പാണ്. വോട്ടേഴ്സ് ID നമ്മുടെ കൈവശമില്ല എങ്കിൽ ഇനി പറയുന്ന 12 കാർഡുകളിൽ ഏതെങ്കിലും ഒരു കാർഡ് കാണിച്ച് നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താവുന്നതാണ്. ആധാർ കാർഡ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ്, പോസ്റ്റ് ഓഫീസ്, ബാങ്ക് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ, തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ദേശീയ ജനസംഖ്യാ രജിസ്ട്രാറിനു കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട്, ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ, കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നിവയിലെ ജീവനക്കാർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ID കാർഡ്, പാർലമെൻറ്റ് അംഗങ്ങൾ, നിയമസഭയിലെ അംഗങ്ങൾ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ, ഭിന്നശേഷി കാർഡുകൾ ഇവയൊക്കെയാണ് നമ്മൾ കാണിക്കേണ്ട രേഖകൾ. ഇതിനോടൊപ്പം പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അത് ചലഞ്ചഡ് വോട്ടും ടെൻഡേഡ് വോട്ടും എന്നിവയെക്കുറിച്ചാണ്. ഇതിൽ ആദ്യം ഈ ചലഞ്ചഡ് വോട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ അവസരം കിട്ടുക എന്ന് മനസ്സിലാക്കുക. നമ്മൾ വോട്ട് ചെയ്യാൻ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നു. നമ്മുടെ കൈവശം വോട്ടേഴ്സ് ID കാർഡുണ്ട്. നമ്മൾ പോകുമ്പോൾ അവിടെ ഉള്ള പോളിംഗ് ഏജൻറ്റ്, ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും പോളിംഗ് ഏജൻറ്റുമാർ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ ഇരിക്കുന്ന പോളിംഗ് ഏജൻറ്റ് നിങ്ങളെ ഐഡൻറ്റിറ്റിയിൽ സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ, അതായത് ആ വ്യക്തി നിങ്ങളല്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ, സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഞാൻ തന്നെയാണ് എന്ന വാദഗതി ഉയർത്തിക്കൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസറോട് വോട്ട് ചെയ്യാനുള്ള അവസരം നൽകാൻ അപേക്ഷിക്കാം. ഇതിനെയാണ് ചലഞ്ചഡ് വോട്ട് എന്ന് പറയുന്നത്. ഇതിന് 2 രൂപ നിങ്ങൾ കെട്ടിവെക്കേണ്ടതുണ്ട്. രേഖകൾ പരിശോധിച്ചതിന് ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അനുവാദം നൽകും. അദ്ദേഹം അത് നൽകുന്നത് രേഖകളിൽ അദ്ദേഹത്തിന് ബോധ്യം വന്നത് കൊണ്ടാകാം. ഇതിനെയാണ് ചലഞ്ചഡ് വോട്ട് എന്ന് പറയുന്നത്. ഇതിന് ഫോം 14 ഉപയോഗിക്കുന്നത്. ഫോം 14 വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തി നിങ്ങളെ കൊണ്ട് ഒപ്പുവെക്കുകയും ചെയ്യും. രണ്ടാമത്തത് ടെൻഡേഡ് വോട്ടാണ്. എന്താണ് ടെൻഡേഡ് വോട്ട്? നിങ്ങൾ വോട്ട് ചെയ്യാൻ പോളിംഗ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ നിങ്ങളുടെ പേര് വിളിച്ചു, പക്ഷേ നിങ്ങളുടെ വോട്ട് മറ്റൊരാൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളാണ് യഥാർത്ഥ വോട്ടറെങ്കിലും ആരോ ഒരാൾ നിങ്ങളുടെ പേരിൽ കള്ള വോട്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ വോട്ടർ ഞാൻ തന്നെയാണെന്ന് പ്രിസൈഡിംഗ് ഓഫീസറോട് സ്ഥാപിച്ചുകൊണ്ടും നിങ്ങളുടെ കൈവശമുള്ള വോട്ടർ ID കാർഡിൻ്റെ രേഖകളും ആവശ്യമായ മറ്റ് രേഖകൾ പ്രിസൈഡിംഗ് ഓഫീസർ ആവശ്യപ്പെട്ടാൽ അതും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ടെൻഡേഡ് വോട്ട് ചെയ്യാം. ഈ ടെൻഡേഡ് വോട്ട് സാധാരണ നിലയിൽ ബാലറ്റ് പേപ്പറിലാണ് പ്രത്യേകമായി ചെയ്യിപ്പിക്കുന്നത്. ഇതിൽ ഫോം നമ്പർ 15 ഉപയോഗിക്കുന്നത്. ഫോം നമ്പർ 15 വിശദ വിവരങ്ങളും നിങ്ങളുടെ ഒപ്പും നൽകേണ്ടതുണ്ട്. ഈ 2 കാര്യങ്ങൾ കൂടി ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വോട്ടേഴ്സ് ID കാർഡ് കൈവശം ഇല്ലെങ്കിൽ 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതിന് അനുവാദം ലഭിക്കും. അതുകൂടാതെ നിങ്ങളെ വോട്ട് ആരെങ്കിലും കള്ള വോട്ട് ചെയ്താൽ അതിനെതിരെ നിങ്ങൾക്ക് ടെൻഡേഡ് വോട്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ ഐഡൻറ്റിറ്റി പോളിംഗ് ഏജൻറ്റ് ഏതെങ്കിലും തരത്തിൽ ചലഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും ചലഞ്ചഡ് വോട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.